എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വളരെ വലിയ ലക്ഷ്യങ്ങളുള്ളവരാണ്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് അങ്ങേയറ്റം ആഗ്രഹിക്കാറുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യം ഒന്ന് സാധിച്ചിട്ട് വേണം നമുക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കാൻ, അല്ലെങ്കിൽ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ, ഒന്ന് സന്തോഷിച്ചിരിക്കാൻ. ഇങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും കരുതുക. കാരണം നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു ലക്ഷ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ലക്ഷ്യത്തിന് വളരെയേറെ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ദിവസം ഞാനും മക്കളും എൻ്റെ മദർ ഇൻ ലോയും കൂടെ ഞങ്ങളുടെ കാറിൽ, ഞാൻ ഡ്രൈവറാണ് ഉണ്ടായിരുന്നത്, കാറിൽ ഞങ്ങൾ ഞങ്ങളുടെ അകലെയുള്ള ഒരു പറമ്പിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ ഞങ്ങൾ മക്കളോട് പറഞ്ഞു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കളിക്കാനും ഒക്കെ നല്ല അവസരം ഉണ്ടാവും, അതുപോലെ നിറയെ ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ട് പോകാൻ വളരെ ഉത്സാഹമായി. അങ്ങനെ ഞങ്ങൾ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ട, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പോകുന്ന വഴിക്ക് മക്കൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകുന്നുണ്ട്. കാരണം അവർക്ക് ബോറടിക്കുകയാണ് ഈ യാത്ര. കാരണം അവരുടെ ഒരു എൻജോയ്മെൻറ്റിൻ്റെ സ്ഥലം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലക്ഷ്യം, അതായത് നമ്മുടെ ആ പറമ്പിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെ ഇവർ വഴിയിലിരുന്ന് യാത്രയിലൊക്കെ എന്നോട് പറയുന്നുണ്ട്, എന്തൊരു ബോറിംഗ് ആണ് യാത്ര, ഭയങ്കര ബോറടിക്കുന്നു അമ്മേ, എത്രയും വേഗം അവിടെ ഒന്ന് എത്തിയാൽ മതിയായിരുന്നു, അങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഈ യാത്ര അങ്ങേയറ്റം എൻജോയ് ചെയ്യാണ്. കാരണം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ചുറ്റിലുള്ളത്. അതിൻ്റെ പോകുന്ന വഴിക്ക് പുഴയുണ്ട്, പാലമുണ്ട്, ഇങ്ങനെ നല്ല റബ്ബർ തോട്ടങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്നത് യാത്രകളാണ്. വഴിയിൽ കാണുന്ന കാഴ്ചകൾ, പ്രത്യേകിച്ച് പ്രകൃതി ഭംഗി ഞാൻ അങ്ങേയറ്റം ആസ്വദിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് വളരെ എൻജോയ് ചെയ്ത് പോകുമ്പോൾ ഇവരുടെ ഒരു സംസാരം എന്നെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഭയങ്കര ബോറിംഗ് ആണ് അമ്മ യാത്ര, എന്തൊരു ബുദ്ധിമുട്ടാണ്, അവിടെ ഒന്ന് എത്തിയാൽ മതിയായിരുന്നു, ഇവിടെ ഈ വഴിയിൽ എന്താ ഒന്നും കാണാനില്ല, അങ്ങനെ അവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥതപ്പെടുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ ഈ സൈഡിലേക്കൊന്ന് നോക്ക്, ആ പുഴ കാണാൻ എന്തൊരു ഭംഗിയാണ്, അവിടെ പശുവൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, അല്ലെങ്കിൽ ആ തോട്ടങ്ങളൊക്കെ ഒന്ന് നോക്കുക, ആ മലകൾ നോക്ക്, മലയിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നു നോക്ക്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പം ഈ ഒരു അസ്വസ്ഥതപ്പെടുത്തൽ കുറഞ്ഞു പെട്ടെന്ന്. ഞാനും പിന്നീടാണ് അത് നോട്ടീസ് ചെയ്തത്. പിന്നെ അവരൊന്നും മിണ്ടുന്നില്ല. കുറേ കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥലത്തെത്തി. അവിടെ അവർ എൻജോയ് ചെയ്തു, തിരിച്ചു പോന്നു. അപ്പം ഞാൻ ആ പറഞ്ഞതിൽ അവർക്ക് എങ്ങനെ അത് എഫക്റ്റ് ചെയ്തു, അവർ സ്വീകരിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ അധികം ചിന്തിച്ചില്ല. എന്തായാലും ഇത് പറഞ്ഞു കൊടുക്കാനൊരവസരം, അവരുടെ ഒരു ചിന്താഗതി മാറ്റാനൊരവസരം കിട്ടിയത് കൊണ്ട് അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു എന്ന് മാത്രം. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വയനാട് ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു മയക്കത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ എന്നെ തോണ്ടി വിളിച്ചിട്ട് അവൻ എന്നോട് കാണിച്ചു തന്നു, അങ്ങ് അകലെ മലനിരകളിൽ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കാഴ്ച, സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. ആ സമയത്ത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഞാൻ ഉറക്കത്തിൻ്റെ ഇതിലായതുകൊണ്ട് അത് ആസ്വദിച്ചില്ല, കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മോൻ എന്നെ വിളിച്ചിട്ട് അത് കാണിച്ചു തന്നപ്പം ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. കാരണം അവനിൽ നിന്ന് ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം അവനാണ് അന്നത്തെ ആ യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തിയത്, അവൻ്റെ യാത്ര ബോറടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ഓർക്കായിരുന്നു, അന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്ത കാര്യം അവൻ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ പിന്നീട് അവൻ്റെ യാത്രകളെയൊക്കെ കൂടുതൽ ആസ്വദിക്കാനായി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ അവൻ അത്രയും ദൂരെയുള്ള ആ മലയും മൂടിക്കിടക്കുന്ന മഞ്ഞും അവിടെ സൂര്യൻ ഉദിച്ചു വരുന്നൊന്നും നോട്ടീസ് ചെയ്യാൻ ഒരു സാധ്യതയില്ല. തീർച്ചയായും നമ്മൾ ഇതുപോലെ നമ്മുടെ യാത്രകൾ, നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ നമ്മുടെ ലക്ഷ്യത്തെ മാത്രം ആസ്വദിക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു 75% മിക്കവാറും ഈ ഒരു യാത്രയായിരിക്കും, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലക്ഷ്യത്തെ മാത്രം ആസ്വദിക്കുമെന്ന് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ 75% ഫ്ലോപ്പായി പോവും, ഇല്ലെങ്കിൽ അത് ഉപകാരമില്ലാതായി പോവും. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികളെയും കൂടി ഒന്ന് എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് കൂടുതൽ ആസ്വാദികരമാക്കി തീർക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ ജീവിതത്തിൽ വലിയ ഉയർന്ന നിലകളിലെത്തുമ്പോൾ, അല്ലെങ്കിൽ വലിയ ഉയർച്ചകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ എത്തിയിട്ടൊന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കടന്നു വന്ന വഴികളൊക്കെ വളരെ മനോഹരമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ആ കടന്നു വന്ന വഴികളിലെ പല വ്യക്തികളും സാഹചര്യങ്ങളും അന്നത്തെ സ്ട്രഗിൾസും ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ ഈ ഒരു വിജയത്തിലെത്താനായിട്ട് സഹായിച്ചിട്ടുണ്ടാവുക. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ വന്ന വഴികളാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന്. അങ്ങനെ പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു മഹാന്മാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ അവിടെ എത്തിയിട്ട് ഇത് ആസ്വദിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം
ആ യാത്രകളിൽ ഇപ്പം തന്നെ ഒന്ന് ആസ്വദിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ മുള്ളുകൾ നിറഞ്ഞ വഴികളായിരിക്കാം, ചിലപ്പോൾ ദുർഘടങ്ങളായിരിക്കാം. അതിനും അതിൻ്റേതായ ചില സൗന്ദര്യങ്ങളും അതിൻ്റേതായ ചില ഗുണങ്ങളും ഉണ്ട്. ആ ഗുണങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ആ ദുർഘടങ്ങളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഇന്നത്തെ ഈ നിലയിൽ ഇത്ര ഒരു സ്റ്റഡിനെസ് നമുക്ക് കിട്ടുന്നത്. ഓരോ ജീവിത സാഹചര്യത്തിനും അതിൻ്റേതായ മാറ്റം നമ്മുടെ വരുത്താനായിട്ട് സാധിക്കുന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴികളെ കൂടെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പഠിക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കാനും സ്നേഹിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും അവരുടെ ലക്ഷ്യങ്ങളിൽ എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്യത്തോടൊപ്പം നമുക്ക് ലക്ഷ്യത്തിലേക്കുള്ള വഴികളെ കൂടെ സ്നേഹിക്കാനായിട്ട് പഠിക്കാം. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.